ഇന്ന് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം ഒരു 2-3 കഷ്ണത്തിലൊക്കെ എല്ലുണ്ട്, ബാക്കി എല്ലില്ലാത്ത ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1 സ്പൂൺ കോൺഫ്ലവറാണ്, ഒരു 1/2 ടീസ്പൂൺ സോയാ സോസാണ്. അതിനൊക്കെ ആവശ്യത്തിലുള്ള ഉപ്പിടുകയാണ്. ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൂട്ടി വെക്കാം. ഇളക്കി കൂട്ടി ഒരു അരമണിക്കൂർ വെക്കാം. നമ്മൾ ചിക്കൻ അരമണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത് ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കാം, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു തണ്ട് സെലറി വേണം, ഒരു സ്പ്രിംഗ് ഒനിയൻ വേണം 2-3 എണ്ണം. അതിൻ്റെ വൈറ്റ് പാർട്ട് നമുക്ക് കറിയിലിടണം, പച്ച ലാസ്റ്റ് ഇടേണ്ടതാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ കലക്കി വെക്കാം. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. ചിക്കൻ കഷ്ണങ്ങളിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ ഇട്ട വഴിക്ക് തന്നെ ഇളക്കാതിരിക്കുക. ഒന്ന് ചൂടാക്കി 1 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മൾ ചിക്കൻ ഇട്ടത് നല്ല ചൂടിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് ഒരിടത്തരം തീയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ചുവപ്പ് കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ചിക്കനൊക്കെ മൂത്തിട്ടുണ്ട്, നമ്മളതെല്ലാം കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കറിയാക്കാം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതിനകത്ത് സ്പ്രിംഗ് ഒനിയനുണ്ട്, സെലറിയുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത്. സവാള ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു. ടൈപ്പ് ചെയ്തത് വാടിയിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചിട്ട് സോസ് ഒഴിക്കാം. ഒരു 1/2 സ്പൂൺ സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഇവിടെ തന്നെ 1/2 സ്പൂൺ മുളക് പൊടി. വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് ഇങ്ങനെയുള്ളത്. ഞാനിപ്പോൾ കുറച്ച് ചാറോട് കൂടി ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് കോൺഫ്ലവർ കലക്കിയത് ഇതിലൊഴിക്കാൻ പോകുന്നു. സോസിനകത്ത് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നു. സെലറി മല്ലിയില അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ്റെ പച്ചപ്പാട്ട് ഇതിലിട്ട് ഇളക്കിയെടുക്കാം. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നമുക്ക് കഴിക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് തരണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.